Live session from TIJU'S Academy. This is Amala Charles from IELTS Mavelkara. And before we start, I wish a happy and prosperous New Year to anyone. Okay, നമ്മളുടെ കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂവി എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വൊക്കാബുലറിയാണ്. അതായത് IELTS സ്പീക്കിങ്ങിൽ വാമപ്പ് ക്വസ്റ്റ്യൻസിലും ക്യൂ കാർഡ് ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് മൂവി എന്നൊരു ടോപ്പിക്ക് കിട്ടുന്ന സമയത്ത് എങ്ങനെ നന്നായിട്ട് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ ഐഡിയാസിനെ നന്നായിട്ട് അവതരിപ്പിക്കാം എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല വൊക്കാബുലറിയാണ് കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വൊക്കാബുലറി റിലേറ്റഡ് വിത്ത് ദ ടോപ്പിക് ട്രാവലിംഗ്. അപ്പോൾ നമ്മളിന്ന് ട്രാവലിംഗ് എന്നൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൊക്കാബുലറിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ലൈവിൽ മൂവീസിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ IELTS വാമപ്പ് ക്വസ്റ്റ്യൻസിലും ക്യൂ കാർഡ് ക്വസ്റ്റ്യൻസിലും വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ട്രാവലിംഗ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ ഒരു യാത്രയെപ്പറ്റി, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തെപ്പറ്റി IELTS വാമപ്പ് ക്വസ്റ്റ്യൻസിലോ അല്ലെങ്കിൽ ക്യൂ കാർഡ് ക്വസ്റ്റ്യൻസിലോ IELTS സ്പീക്കിങ്ങിൽ നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനും നിങ്ങളുടെ ബാൻഡ് സ്കോർ കൂട്ടുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വേർഡ്സാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അഖില എസ് കുമാർ, ഗുഡ് ആഫ്റ്റർനൂൺ അഖില, ഗുഡ് ആഫ്റ്റർനൂൺ ടിൻറ്റു ആൻഡ് ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ ആദ്യത്തെ വേർഡിലേക്ക് പോകാം. ഇറ്റ് ഈസ് ബക്കറ്റ് ലിസ്റ്റ്. ഇത് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം ആൾക്കാർ വളരെ ഫെമിലിയർ ആവാൻ സാധ്യതയുള്ളൊരു വേർഡാണ് ബക്കറ്റ് ലിസ്റ്റ്. ബക്കറ്റ് ലിസ്റ്റ് മീൻസ് ദ പ്ലേസസ് യു നീഡ് ടു വിസിറ്റ് ഇൻ യുവർ ലൈഫ് ടൈം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫ് ടൈമിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലേസസിൻ്റെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലിസ്റ്റാണ് ബക്കറ്റ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻസിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ബക്കറ്റ് ലിസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ് വൈൽ യു ആർ സ്പീക്കിംഗ് അബൌട്ട് ട്രാവലിംഗ്. അപ്പോൾ ട്രാവലിംഗ് നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു വേർഡാണ് ബക്കറ്റ് ലിസ്റ്റ്. ദാറ്റ് വേർഡ് മീൻസ് ദ പ്ലേസസ് യു നീഡ് ടു വിസിറ്റ് ഇൻ യുവർ ലൈഫ് ടൈം. ആൻഡ് നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിനായിട്ട് ഒരു സ്ട്രോങ് ഡിസയർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഈഥർ ഇച്ചി ഫീറ്റ് ഓർ വാണ്ടർലസ്റ്റ് വൈൽ യു ആർ സ്പീക്കിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്, യാത്രയോട് അത്ര അഭിനിവേശമുള്ള ഒരാളാണെങ്കിൽ, ഇഫ് യു ആർ റിയലി ഇൻ ടു ട്രാവലിംഗ് യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് യൂസിങ് ദീസ് വേർഡ്സ് ഇച്ചി ഫീറ്റ് ഓർ വാണ്ടർലസ്റ്റ്. ഒന്നെങ്കിൽ നമുക്ക് ഇച്ചി ഫീറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ വാണ്ടർലസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഇച്ചി ഫീറ്റ് or wanderlust means the strong desire to travel. അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വേർഡ്സ് ഇച്ചി ഫീറ്റ് അല്ലെങ്കിൽ വാണ്ടർലസ്റ്റ് എന്നുള്ള വേർഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ തേർഡ് വേർഡ് ഇസ് അഡ്വെഞ്ചർ. ഇറ്റ് മീൻസ് ആൻ എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്. അഡ്വെഞ്ചർ നമ്മൾ മലയാളത്തിൽ സാഹസികത എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വളരെ സാഹസികത ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോകുന്ന നിങ്ങളുടെ സ്പീക്കിങ്ങിൻ്റെ ടോപ്പിക്കിൽ നിങ്ങൾ ഒരു അഡ്വെഞ്ചറസ് ട്രിപ്പിനെ പറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വേർഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് വെൻ എവർ യു സ്റ്റാർട്ട് യുവർ സ്പീക്കിംഗ് യൂസിങ് ദിസ് വേർഡ് adventure, you can use these two phrases as a real sense of adventure or a thirst of adventure. നിങ്ങൾ വളരെയധികം സാഹസികത ഇഷ്ടമുള്ള ഒരാളാണ്, ആൻഡ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഒരു സാഹസികത നിറഞ്ഞ ഒരു ട്രാവലിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഫ്രേസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എ റിയൽ സെൻസ് ഓഫ് അഡ്വെഞ്ചർ ഓർ എ തേഴ്സ്റ്റ് ഓഫ് അഡ്വെഞ്ചർ. ഓക്കെ, ആ രണ്ട് ഫ്രേസസ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പീക്കിംഗ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ആൻഡ് അവർ ഫോർത്ത് വേർഡ് ഇസ് സെറ്റ് ഔട്ട്. സെറ്റ് ഔട്ട് ഒരു ഫ്രേസൽ വേർബാണ്. സെറ്റ് ഔട്ട് മീൻസ് ടു ബിഗിൻ എ ജേർണി. ഒരു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വേർബാണ് സെറ്റ് ഔട്ട്. ഓക്കെ, വി സെറ്റ് ഔട്ട് ഫ്രം കേരള ലാസ്റ്റ് നൈറ്റ്. ഞങ്ങളുടെ യാത്ര കേരളത്തിൽ നിന്ന് ഇന്നലെ രാത്രി തുടങ്ങി എന്നാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിനകത്ത് ബിഗിനിങ് ഓഫ് എ ജേർണി, അത് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രേസൽ വേർബാണ് സെറ്റ് ഔട്ട്. സോ നമ്മളിപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 4 വേർഡ്സ് ആണ്. വി സ്റ്റാർട്ടഡ് വിത്ത് ബക്കറ്റ് ലിസ്റ്റ്. ദാറ്റ് മീൻസ് ദ പ്ലേസസ് യു നീഡ് to visit in your lifetime. And the second word is itchy feet or wanderlust.
the strong desire to travel, and third word is adventure, an exciting experience. So you can use these two phrases, a real sense of adventure or a thirst of adventure, while you are speaking or while you are sharing an experience of your adventurous trip. അപ്പോൾ നമ്മുടെ നാലാമത്തെ വേർഡ് is set out, and it is a phrasal verb. അത് to begin a journey, ഒരു യാത്ര തുടങ്ങുന്നതിന് അല്ലെങ്കിൽ യാത്ര തുടങ്ങി അങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു phrasal verb ആണ് set out. സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 4 വേർഡ്സ് വെച്ചിട്ട് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ ഗോ വിത്ത് ദാറ്റ്. I have always had a thirst of adventure and often get itchy feet, so I decided to set out a journey from the north to the south of India next month. അപ്പോൾ എനിക്ക് ഒരു തേഴ്സ്റ്റ് ഓഫ് അഡ്വഞ്ചർ, ഞാൻ വളരെയധികം സാഹസികത ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടും ഞാൻ റിയലി ഇൻറ്റു ട്രാവലിംഗ്, എനിക്ക് എപ്പോഴും അല്ലെങ്കിൽ വല്ലപ്പോഴും എനിക്ക് എപ്പോഴും ട്രാവൽ ചെയ്യാനുള്ളൊരു സ്ട്രോങ് ഡിസയർ എനിക്കുള്ളത് കൊണ്ടും ഞാനൊരു നോർത്ത് മുതൽ സൗത്ത് വരെ ഒരു യാത്ര പ്ലാൻ ചെയ്യുവാണ് നെക്സ്റ്റ് മന്തിലേക്ക്, അല്ലെങ്കിൽ യാത്ര സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. സോ ഈ 4 വേർഡ്സ് നിങ്ങൾ സ്പീക്കിങ്ങിൽ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പീക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളുടെ സ്കോർ നന്നായിട്ട് റേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഈ 4 വേർഡ്സിന് സാധിക്കും. സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് വേർഡ് ഇസ് ട്രാവൽ ലൈറ്റ്. ദാറ്റ് മീൻസ് ട്രാവൽ വിത്ത് ലെസ് ലഗേജ്. അപ്പോൾ നിങ്ങളൊരു അധികം ലഗേജ് വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളല്ല, വളരെ അത്യാവശ്യമുള്ള നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ട്രാവൽ ലൈറ്റ്. ദാറ്റ് മീൻസ് ട്രാവൽ വിത്ത് ലെസ് ലഗേജ്. ഐ പ്രിഫർ ടു ട്രാവൽ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ട്രാവൽ ചെയ്യുന്ന സമയത്ത് അധികം ലഗേജ് ക്യാരി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, വളരെ കുറച്ച് ലെസ് ലഗേജായിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ട്രാവൽ ലൈറ്റ് വൈൽ യു ആർ സ്പീക്കിംഗ്. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഇസ് ട്രാവേഴ്സ്. ട്രാവേഴ്സ് മീൻസ് ടു പാസ് ത്രൂ. ഏതെങ്കിലും ഒരു സ്ഥലം ഇങ്ങനെ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ ഈ വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ട്രാവേഴ്സ് ടു പാസ് ത്രൂ. ഇറ്റ് ഈസ് ഹാർഡ്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഹാർഡ് ടു ട്രാവേഴ്സ് ബോർഡേഴ്സ്, അതായത് ബോർഡേഴ്സ് കടന്നു പോകുന്നതിനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. സോ ട്രാവേഴ്സ് മീൻസ് ടു പാസ് ത്രൂ. ദ നെക്സ്റ്റ് വേർഡ് ഇസ് wayfarer. ദാറ്റ് മീൻസ് ട്രാവൽ ഓൺ ഫുട്ട്. അതായത് ഒരുപാടധികം ആളുകൾ ഇങ്ങനെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് ദേ ട്രാവൽ ലൈറ്റ് ആൻഡ് ദേ ട്രാവൽ ആസ് wayfarers. അതായത് നടന്ന് വെഹിക്കിളൊന്നും യൂസ് ചെയ്യാതെ നടന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, അവരെയാണ് നമ്മൾ wayfarers എന്ന് വിളിക്കുന്നത്. സോ അവർ നെക്സ്റ്റ് വേർഡ് ഇസ് voyage. എ ലോങ് ജേർണി ത്രൂ ഷിപ്പ്. അതായത് voyage കപ്പൽ യാത്രയ്ക്കാണ് വോയേജ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രാവൽ ലൈറ്റ്, ട്രാവേഴ്സ്, wayfarer ആൻഡ് വോയേജ്, ഈ 4 വേർഡ്സ് ആണ്. സോ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ദാറ്റ് മീൻസ് എക്സ്പെഡിഷൻ. Our next word is expedition. That means a journey with a purpose of finding something. അതായത് എക്സ്പെഡിഷൻ ഒരു എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ അവതാർ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഇസ് ആ പാൻഡോറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്നുള്ള സയൻറ്റിസ്റ്റ് എല്ലാവരും കൂടി പോകുന്നത് അവിടെ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജീവൻ്റെ ഉറവിടമൊക്കെ കണ്ടുപിടിക്കാനായിട്ടോ അല്ലെങ്കിൽ അവിടെ എന്തോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു പർപ്പസ്ഫുള്ളിയാണ് പണ്ടോറ എന്ന സ്ഥലത്തേക്ക് സയൻറ്റിസ്റ്റൊക്കെ പോകുന്നത്. സോ അങ്ങനത്തെ യാത്രകൾ, അതായത് നമ്മളെ യാത്രയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ നമ്മൾ പർപ്പസ്ഫുള്ളി അതിനൊരു റിസൾട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ നടത്തുന്ന യാത്രകളാണ്, അല്ലെങ്കിൽ ഒരു എയിമോടെ നമ്മൾ നടത്തുന്ന യാത്രകളാണ് എക്സ്പെഡിഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. എക്സ്പെഡിഷൻ മീൻസ് ജേർണി വിത്ത് എ പർപ്പസ് ഓഫ് ഫൈൻഡിങ് സംതിങ്. സോ അവിടെ ഒരു എക്സാമ്പിൾ ഉള്ളത് ഇറ്റ് വാസ് എ സയൻറ്റിഫിക് എക്സ്പെഡിഷൻ എന്നാണ്. സോ എന്തെങ്കിലും ഒരു പർപ്പസോടെ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മളൊരു എയിമായിട്ട് ഒരു സ്ഥലം കാണാൻ പോകുന്നതിനെയാണ് നമ്മൾ എക്സ്പെഡിഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അവർ നെക്സ്റ്റ് വേർഡ് ഇസ് കമ്മ്യൂട്ട്. ദാറ്റ് മീൻസ് റെഗുലർ ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് നമ്മൾ ജോലിക്കായിട്ടോ നമ്മളുടെ എഡ്യൂക്കേഷനായിട്ടോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂട്ട് എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അവർ നെക്സ്റ്റ് വേർഡ് ഇസ് ഗാലിവെൻറ്റ്. ദാറ്റ് മീൻസ് ട്രാവൽ എയിംലെസ്ലി ഫ്രം വൺ പ്ലേസ് ടു അനദർ ഫോർ പ്ലഷർ. അതായത് എക്സ്പെഡിഷനിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതിനാണ് ഗാലിവെൻറ്റ് എന്ന ഒരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അവർ നെക്സ്റ്റ് വേർഡ് ഇസ് cosmopolitan. A person who travels a lot and aware of new cultures. അതായത് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് ഒക്കെ കൂടുതലായിട്ട് നടക്കുന്നത്. ഒരുപാട് ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരുപാട് സ്ഥലത്തെ കൾച്ചറെക്കുറിച്ചും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തെ ലാംഗ്വേജുകളെക്കുറിച്ച്, ഒരുപാട് സ്ഥലത്തെ ഭാഷകളെക്കുറിച്ച്, വേഷവിധാനങ്ങളെക്കുറിച്ചൊക്കെ ഒരു നല്ല ധാരണയുണ്ടാകും. ഫോർ എക്സാമ്പിൾ നമ്മളുടെയൊക്കെ മുന്നിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നൊരു നല്ല കോസ്മോപൊളിറ്റൻ ഇസ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂസൊക്കെ കണ്ടാൽ അറിയാം, അദ്ദേഹത്തിന് ഒരുപാട് സ്ഥലത്തെ
കൾച്ചേഴ്സിനെ പറ്റിയും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഒരുപാട് അറിവുള്ളൊരു മനുഷ്യനാണ്. സോ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ കോസ്മോപൊളിറ്റൻ എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ദിസ് സ്ലൈഡ് വി ഡിസ്കസ്ഡ് 4 words. Our first word was expedition. That means journey with a purpose of finding something. And the example was, it was a scientific expedition. Our second word is commute. That means regular travel from one place to another. Third word is gallivant. Travel aimlessly from one place to another for pleasure. And നമ്മുടെ അവസാനത്തെ വേർഡ് കോസ്മോപൊളിറ്റൻ, a person who travels a lot and aware of new cultures. സോ നമ്മളുടെ അടുത്ത സ്ലൈഡ് വോയേജ് എന്നൊരു വേർഡുമായിട്ട് കുറച്ച് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വേർഡാണ് സീ ഫെയറിംഗ്, ദ ട്രാവലിംഗ് ബൈ സീ. അതായത് വോയേജും ഒരു കപ്പൽ യാത്രയാണ്. സീ ഫെയറിംഗ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ബൈ സീ, നമ്മൾ കടലിൽ കൂടി യാത്ര ചെയ്യുന്നതിനാണ് സീ ഫെയറിംഗ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് എ വേർഡ് ദാറ്റ് ഇസ് ജിഗ്, എ പോപ്പുലർ പെർഫോമൻസ് ബൈ മ്യൂസിഷ്യൻ ഓർ ഗ്രൂപ്പ്. അതായത് നമ്മൾ അതായത് ജിഗ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എ പോപ്പുലർ പെർഫോമൻസ് ബൈ മ്യൂസിഷ്യൻ ഓർ ഗ്രൂപ്പ്. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു ബാൻഡിൻ്റെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ ഒരു പെർഫോമൻസിനെയാണ് നമ്മൾ ജിഗ് എന്ന് പറയുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പെർഫോമൻസസിന് നമ്മൾ സാക്ഷിയാകാറുണ്ട്. സോ വൈൽ യു ആർ ട്രാവലിംഗ്, ഇഫ് യു സീ ഓർ ഇഫ് യു എൻജോയ് എ ജിഗ്, യു ക്യാൻ മെൻഷൻ അബൌട്ട് ദ ജിഗ് ഇൻ യുവർ സ്പീക്കിംഗ്. ആൻഡ് ഇതിനും ഞാനൊരു എക്സാമ്പിൾ പറയാൻ ആഗ്രഹിക്കുന്നത് ടൈറ്റാനിക് സിനിമയിൽ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്ന സമയത്ത് ഒരു വയലിൻ ബാൻഡ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവിടെ നിന്നിട്ട് അതൊന്നും ബാധിക്കാത്ത രീതിയിൽ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. അവർ വളരെ നന്നായിട്ടൊരു പെർഫോമൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും നിങ്ങൾ നല്ലൊരു പോപ്പുലർ പെർഫോമൻസ് ബൈ എ മ്യൂസിഷ്യൻ ഓർ എ ഗ്രൂപ്പ് അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പീക്കിങ്ങിൽ അതിന് മെൻഷൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ആൻഡ് അടുത്തത് അവർ വേർഡ് ഇസ് ഓഫ് ടു. അത് മറ്റൊരു ഫ്രേസൽ വേർബാണ്. ദറ്റ് മീൻസ് ഗോയിങ് ടു. നമ്മൾ പലപ്പോഴും യാത്ര തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓഫ് ടു അവരെങ്ങോട്ടാണോ പോകുന്നത് ആ സ്ഥലം ചേർത്തിട്ട് ഇങ്ങനെ ഓഫ് ടു എന്ന് പറഞ്ഞ് നമ്മൾ ഇടുന്നത് പലപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സോ ഓഫ് ടു എന്നിട്ടുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഓഫ് ടു മീൻസ് ഗോയിങ് ടു അല്ലെങ്കിൽ പോവുകയാണ്. ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഓഫ് ടു എന്നൊരു ഫ്രേസൽ വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഓഫ് ടു മുംബൈ, അതായത് മുംബൈയിലേക്ക് പോവുകയാണ്. അതാണ് ഓഫ് ടു എന്നുള്ളൊരു ഫ്രേസൽ വേർബിൻ്റെ മീനിങ്. ആൻഡ് അവർ നെക്സ്റ്റ് വേർഡ് ഇസ് സ്റ്റോപ്പ് ഓവർ. ദാറ്റ് മീൻസ് സ്റ്റേ സംവെയർ ഫോർ എ ഷോർട്ട് ടൈം ഇൻ എ ലോങ് ജേർണി. അതായത് ഒരു വലിയ യാത്രയിൽ അല്ലെങ്കിൽ നമ്മളൊരു കുറച്ച് സമയം എടുത്തിട്ടുള്ളൊരു വലിയ യാത്രയിൽ എവിടെയെങ്കിലും കുറച്ച് സമയം നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഇറങ്ങുന്നതിനാണ് നമ്മൾ സ്റ്റോപ്പ് ഓവർ എന്ന് നമ്മൾ പറയുന്നത്. സോ വി ഹാഡ് എ സ്റ്റോപ്പ് ഓവർ അറ്റ് ട്രിവാൻഡ്രം ഡ്യൂറിങ് അവർ ജേർണി. ഞങ്ങളുടെ യാത്രക്കിടയിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞങ്ങളൊരു സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഞങ്ങളൊന്ന് യാത്രയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തത് ഒരു ഗ്യാപ്പ് എടുത്തത് ട്രിവാൻഡ്രത്താണെന്നൊക്കെ ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് നമുക്ക് മീൻ ചെയ്യാം. So we discussed seafaring, that means traveling by sea, and we discussed jig, a popular performance by musician or group, and off to, that means going to, and our last word is stopover, that means stay somewhere for a short time and a long journey. So നമ്മളുടെ അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോകുന്നു. അതും നമ്മളുടെ ഈ ഒരു വേർഡും ഒരു ഫ്രേസൽ വേർബാണ്. that is get away, and it means have a holiday or vacation. ഒരു ഹോളിഡേ അല്ലെങ്കിൽ വെക്കേഷൻ നമ്മൾ എടുക്കുന്നതിനെയാണ് ഗെറ്റ് അവേ എന്നുള്ളൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഐ ജസ്റ്റ് നീഡ് എ ഗെറ്റ് അവേ ഫോർ എ ഫ്യൂ ഡേയ്സ്. അതായത് കുറച്ച് ദിവസത്തേക്ക് എനിക്കൊരു ഹോളിഡേ വേണം അല്ലെങ്കിൽ എനിക്കൊരു പെട്ടെന്നൊന്ന് ഒരു ട്രിപ്പ് പോകണം, എനിക്കൊരു റെസ്റ്റ് വേണം എന്നൊക്കെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ യൂസ് ഗെറ്റ് അവേ when you need a holiday or vacation in your speaking. And you can use this word in your speaking. Okay. And make a pit stop means a pause or a break on a trip to take rest and eat. അതായത് നമ്മൾ നേരത്തെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തൊരു വേർഡ് ഉണ്ട് സ്റ്റോപ്പ് ഓവർ. അതിനോട് ഏതാണ്ട് സിമിലാരിറ്റി ഉള്ളൊരു വേർഡാണ് മേക്ക് എ പിറ്റ് സ്റ്റോപ്പ്. അതൊരു ഇഡിയമാണ്. ദാറ്റ് മീൻസ് എ പോസ് ഓർ എ ബ്രേക്ക് ഓൺ എ ട്രിപ്പ് ടു ടേക്ക് റെസ്റ്റ് ആൻഡ് ഈറ്റ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനും നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാനുമായിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു പോസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിനെയാണ് മേക്ക് എ പിറ്റ് സ്റ്റോപ്പ് എന്നുള്ള ആ ഒരു ഇഡിയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ എക്സാമ്പിൾ ഇസ് വി മേഡ് എ പിറ്റ് സ്റ്റോപ്പ് ഫോർ സം ഫുഡ് ബിഫോർ ഗെറ്റിംഗ് ബാക്ക് ഓൺ ദ ഹൈവേ. അതായത് ഞങ്ങൾ ഹൈവേയിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഫുഡിന് വേണ്ടിയിട്ട്
ഞങ്ങൾക്ക് ഫുഡിനും ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഞങ്ങളൊരു സ്റ്റോപ്പ് ഓവർ എടുത്തു എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. സോ നമ്മളുടെ അടുത്തൊരു ഇഡിയം എന്ന് പറയുന്നത് ഓഫ് ദ ബീറ്റൻ ട്രാക്ക്, ടു ഗോ ടു ലെസ് പോപ്പുലർ ഡെസ്റ്റിനേഷൻ. ഒരുപാട് അധികം ആളുകൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് തിരഞ്ഞെടുക്കുന്നവരല്ല. ചില ആളുകൾ വളരെ ബിസി ആയിട്ടുള്ള ഒത്തിരിയധികം ആളുകൾ വന്നു പോകുന്ന ഡെസ്റ്റിനേഷൻസ് തിരഞ്ഞെടുക്കുന്നവരാണെങ്കിൽ, മറ്റു ചിലർ അങ്ങനെ അധികം ആളുകളൊന്നും വന്നു പോകാത്ത വളരെ പ്രൈവസി കീപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ അങ്ങനെയാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഓഫ് ദ ബീറ്റൻ ക്രാക്ക്, ദാറ്റ് മീൻസ് ടു ഗോ ടു ലെസ് പോപ്പുലർ ഡെസ്റ്റിനേഷൻസ്. ഇപ്പോൾ നിങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല, നിങ്ങൾ വളരെ അത്ര പോപ്പുലർ ഒന്നും അല്ലാത്ത, അധികം ആളുകൾ പോയി എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് പോകാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ഷെയർ ചെയ്യുന്നതെങ്കിൽ, യു ക്യാൻ യൂസ് ദിസ് ഇഡിയം ഓഫ് ദ ബീറ്റൻ ക്രാക്ക്. And we have an example here. When I visit new places, I like to spend as much time off the beaten track as possible because I don't like places that are swarming with tourists. അതായത് ടൂറിസ്റ്റ് ആളുകൾ ഒരുപാട് വന്ന് ചേരുന്ന സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും യു ക്യാൻ യൂസ് ദിസ് ഇഡിയം ഓഫ് ദ ബീറ്റൻ ട്രാക്ക് വൈൽ യു ആർ സ്പീക്കിംഗ്. സോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ട്രാവലിംഗ് എന്നൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൊക്കാബുലറിയാണ്. സോ ട്രാവലിംഗ് ഈസ് വെരി പോപ്പുലർ in both warm up and cue card questions. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് എപ്പോഴും നമുക്ക് റെഗുലറായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് ട്രാവലിംഗ്. ആൻഡ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ വൊക്കാബുലറിയും എല്ലാ വേർഡ്സും ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ഇൻ യുവർ IELTS സ്പീക്കിംഗ്. ഓക്കെ, സൂര്യ സുനുൽ, ഗുഡ് ആഫ്റ്റർനൂൺ മാം. യെസ് സൂര്യ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇത്രയും നേരം പഠിച്ച വൊക്കാബുലറി ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. അവർ ഫസ്റ്റ് വേർഡ് ഇസ് ബക്കറ്റ് ലിസ്റ്റ്, ദാറ്റ് മീൻസ് ദ പ്ലേസസ് യു നീഡ് ടു വിസിറ്റ് ഇൻ യുവർ ലൈഫ് ടൈം. ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഇസ് ഇച്ചി ഫീറ്റ് ഓർ വാണ്ടർലാസ്റ്റ്, ദാറ്റ് മീൻസ് ദ സ്ട്രോങ് ഡിസയർ ടു ട്രാവൽ. നിങ്ങൾക്ക് വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. ഇഫ് യു ആർ റിയലി ഇൻ ടു ട്രാവലിംഗ്, യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് യൂസിങ് ദിസ് വേർഡ് ഇച്ചി ഫീറ്റ് ഓർ വാണ്ടർലാസ്റ്റ്. നിങ്ങൾക്ക് ഇച്ചി ഫീറ്റ് എന്നോ അല്ലെങ്കിൽ വാണ്ടർലസ്റ്റ് എന്നോ ഈ രണ്ട് വേർഡ്സിൽ ഏതെങ്കിലും ഒരു വേർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അവർ നെക്സ്റ്റ് വേർഡ് ഇസ് അഡ്വഞ്ചർ, ആൻഡ് ഇറ്റ് മീൻസ് ആൻ എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ സാഹസികമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ദീസ് ടു ഫ്രേസസ് ഇൻ യുവർ സ്പീക്കിംഗ്. A real sense of adventure and a thirst of adventure. And നമ്മൾ അടുത്ത വേർഡ് സെറ്റ് ഔട്ട് ആണ്. അതൊരു ഫ്രേസൽ വേർബാണ്. ദാറ്റ് മീൻസ് to begin a journey. And we have an example here. I have always had a thirst for adventure and often get itchy feet, so I decided to set out a journey from the north to the south of India next month. And നമ്മുടെ അടുത്ത വേർഡ് travel light. Travel light means travel with less luggage. നിങ്ങൾ വളരെയധികം ലഗേജായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളല്ല, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ട്രാവൽ ലൈറ്റ് വൈൽ യു ആർ ട്രാവലിംഗ്. ഓക്കെ, ഐ പ്രിഫർ ടു ട്രാവൽ ലൈറ്റ്. അതാണ് നമ്മളുടെ എക്സാമ്പിൾ. അടുത്ത വേർഡ് ഇസ് ട്രാവേഴ്സ്, ടു പാസ് ത്രൂ. ഇറ്റ് ഈസ് ഹാർഡ് ടു ട്രാവേഴ്സ് ബോർഡേഴ്സ് ആണ് നമ്മളുടെ എക്സാമ്പിൾ. അതായത് ഏതെങ്കിലും ഒരു സ്ഥലം ഇങ്ങനെ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ ട്രാവേഴ്സ് എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അവർ നെക്സ്റ്റ് വേർഡ് ഇസ് വേ ഫെയറർ, മീൻസ് ട്രാവൽ ഓൺ ഫുട്ട്. അതായത് നടന്ന് സ്ഥലങ്ങൾ കാണുന്ന, വെഹിക്കിൾസിനെ ഒന്നും ആശ്രയിക്കാതെ നടന്ന് തന്നെ സ്ഥലങ്ങൾ കണ്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വി ക്യാൻ യൂസ് ദിസ് വേർഡ്സ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അല്ലെങ്കിൽ ടു സ്പീക്ക് അബൌട്ട് യുവർ സെൽഫ്. യു ക്യാൻ യൂസ് വേ ഫെയറർ. And our next word is voyage, that means a long journey through a ship. അതായത് ഒരു കപ്പൽ യാത്ര, ഒരു വലിയ കപ്പലിൽ നമ്മൾ നടത്തുന്ന ഒരു യാത്രയ്ക്കാണ് വോയേജ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വേർഡ് ഇസ് എക്സ്പെഡിഷൻ, ദാറ്റ് മീൻസ് ജേർണി വിത്ത് എ പർപ്പസ് ഓഫ് ഫൈൻഡിങ് സംതിങ്. ഇറ്റ് വാസ് എ സയൻറ്റിഫിക് എക്സ്പെഡിഷൻ ഇസ് അവർ എക്സാമ്പിൾ. അതായത് നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ നടത്തുന്ന ഒരു യാത്രയ്ക്കാണ് എക്സ്പെഡിഷൻ നമ്മൾ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വേർഡ് ഇസ് കമ്മ്യൂട്ട്, റെഗുലർ ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ എഡ്യൂക്കേഷനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടോ നമ്മൾ നടത്തുന്ന യാത്രകൾക്കാണ് കമ്മ്യൂട്ട് എന്ന് പറയുക. ആൻഡ് അവർ നെക്സ്റ്റ് വേർഡ് ഇസ് ഗാലിവെൻറ്റ്, ട്രാവൽ എയിംലെസ്ലി ഫ്രം വൺ പ്ലേസ് ടു അനദർ ഫോർ പ്ലഷർ. ഒരു സന്തോഷത്തിനായിട്ട്, ഒരു സമാധാനത്തിനായിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരു രസം നമ്മൾ പറയും. അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഗാലിവെൻറ്റ് എന്നൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് കോസ്മോപൊളിറ്റൻ, എ പേഴ്സൺ ഹു ട്രാവൽസ് അലോട്ട് ആൻഡ് അവെയർ ഓഫ് ന്യൂ കൾച്ചേഴ്സ്. നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് പുതിയ കൾച്ചറിനെ പറ്റി ഒരുപാട് അറിവുള്ള ഒരാളാണെങ്കിൽ നമുക്ക് കോസ്മോപൊളിറ്റൻ എന്നൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വേർഡ് ഇസ് സീ ഫെയറിംഗ്, ദാറ്റ് ഓൾസോ മീൻസ് ട്രാവലിംഗ് ബൈ സീ.
യാത്ര, കടലിൽ കൂടിയുള്ളൊരു യാത്രയ്ക്കാണ് നമ്മൾ സീ ഫെയറിംഗ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് എ ജിഗ്. ഇറ്റ് ഈസ് എ പോപ്പുലർ പെർഫോമൻസ് ബൈ മ്യൂസിഷ്യൻ ഓർ ഗ്രൂപ്പ്. ആൻഡ് ഓഫ് ടു ഇസ് എ ഫ്രേസൽ വേർബ് ദാറ്റ് മീൻസ് ഗോയിങ് ടു. നമ്മൾ യാത്ര തുടങ്ങുന്നു എന്ന് പറയുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വേർബാണ് ഓഫ് ടു. ആൻഡ് നെക്സ്റ്റ് വേർഡ് ഇസ് സ്റ്റോപ്പ് ഓവർ. ദാറ്റ് മീൻസ് സ്റ്റേ സംവെയർ ഫോർ എ ഷോർട്ട് ടൈം ഇൻ എ ലോങ് ജേർണി. ഒരു വലിയ ജേർണിയിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു റെസ്റ്റ് എടുക്കുന്നതിനായിട്ട് ഒരു സ്റ്റോപ്പ് ഓവർ എടുക്കുന്നതിനാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എടുക്കുന്നതിനാണ് ഒരു സ്റ്റോപ്പ് ഓവർ എടുക്കുക എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഗെറ്റ് അവേ. ദാറ്റ് മീൻസ് ഹാവ് എ ഹോളിഡേ ഓർ വെക്കേഷൻ. ആൻഡ് അടുത്തതൊരു ഇഡിയമാണ്. That is make a pit stop. That is a pause or a break on a trip to take rest and eat. And our next word is off the beaten track. That means to go to less popular destinations. When I visit new places, I like to spend as much time off the beaten track as possible because I don't like places that are swarming with tourists. So ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ വൊക്കാബുലറി സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഐ ഹോപ്പ് ഓൾ ദീസ് വേർഡ്സ് വിൽ ഹെൽപ്പ് യു ഇൻ യുവർ IELTS സ്പീക്കിംഗ് ടു സ്കോർ ഹൈ. നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടുന്നതിനായിട്ട് നിങ്ങൾക്ക് ട്രാവലിംഗ് എന്നൊരു ടോപ്പിക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ വേർഡ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈവിലുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. സോ താങ്ക് യു. നമുക്ക് അടുത്ത ലൈവിൽ വീണ്ടും കാണാം.